സർ എങ്ങനെയുണ്ട് ഇപ്പോ? താൻ തന്നെ ഇവിടെ വന്ന്? സാർ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് താൻ എങ്ങനെ അറിഞ്ഞു? ഹൗ ഡു യു കം ഹിയർ? അത് ഞാൻ എങ്ങനെയെങ്കിലും അറിഞ്ഞോട്ടെ. ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറയൂ. സാറിന് പനിയായിരുന്നില്ലേ? എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് പനിയാണെന്ന് ഞാൻ ആരോട് കള്ളം പറഞ്ഞിട്ടില്ല, തന്നെ പോലെ. അതിരിക്കട്ടെ, താൻ ഓഫീസിൽ പോകാതെ ഇവിടെ വന്ന് എന്തിനാ? വാട്ട് ഈസ് യുവർ ബിസിനസ് ഹിയർ? സാറില്ലാതെ ഞാൻ ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യാനാ സർ? സാറില്ലാത്ത ഓഫീസ് ബോറാ എനിക്ക്. എന്ത് ബോറ്? ഐ ആം ടയർഡ് ഓഫ് ഓൾ ദിസ് ലക്ഷ്മി. ടയേർഡോ? എന്റെ ഭഗവാനെ, അപ്പൊ സാർ ഇതുവരെ ഒന്നും കഴിച്ചല്ലേ? എന്തിനാ ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുന്നേ? ഞാൻ ബുദ്ധിമുട്ടുകയാണെന്ന് തന്നോട് ആര് പറഞ്ഞു? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഫിസിക്കലി ഐ ആം പെർഫെക്റ്റ്. ഞാൻ ടയർഡ് എന്ന് ഉദ്ദേശിച്ചത് തന്റെ ഈ ചോദ്യങ്ങൾ കേട്ടതുകൊണ്ടാ. എന്ന് പറഞ്ഞാ എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ല സാറിനെന്നാണോ? ഞാൻ നേരിട്ട് സാറിനോട് സോറി ചോദിച്ചിരുന്നു. സാറത് മറന്നു. ഞാൻ സോറി ചോദിച്ചാണോ സാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്ക് അല്പം ഏകാന്തത വേണം. അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് വരാത്തത്. തനിക്കിപ്പോ എന്താ വേണ്ടത് അത് പറയും. എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട സർ. പനിയാണെന്ന് ഞാൻ കള്ളം പറഞ്ഞത് ശരിയാ സർ. പക്ഷെ അത് മനഃപൂർവ്വം ആയിരുന്നില്ല. ഫോണില് സംസാരിച്ചപ്പോ അറിയാതെ വന്നുപോയതാ. ആ പറഞ്ഞത് തെറ്റാന്ന് ചിന്തിച്ചപ്പോഴാ അപ്പൊ തന്നെ ഞാൻ ഓഫീസിലേക്ക് വന്നത്. സാറ് പറയേ, ഞാൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണെങ്കിൽ അപ്പൊ തന്നെ ഓഫീസിലേക്ക് വരുമോ? സാറിനോടുള്ള ഇഷ്ടം സാറിന് എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടരുതെന്ന് കരുതിയ ഞാൻ ഓടി വന്നത് സാറിനോട് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ. പക്ഷെ സാറപ്പോ എന്നോട് സംസാരിക്കാൻ പോലും താല്പര്യം കാണിച്ചില്ല. വളരെ ദേഷ്യത്തോടെയാ പെരുമാറിയത്. എന്നിട്ടും സാറിനോട് ക്ഷമ ചോദിക്കാൻ ഒരവസരം കിട്ടാൻ വേണ്ടി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയാവോ? ഇപ്പൊ നോക്കിയപ്പോ സാർ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുക. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ സാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്തിനാ സാർ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രീലക്ഷ്മി കരച്ചിൽ നിർത്തൂ. ഇതെന്താ രാവിലെ ഇവിടെ വന്ന് കരയാന്ന് നേർച്ച നടന്നിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്? താൻ ഇവിടെ വന്ന് ഇന്നിങ്ങനെ കരഞ്ഞ ഞാൻ എന്ത് ചെയ്യണമെന്നാ? സോറി സർ, ഐ എം സോ സോറി. മനഃപൂർവ്വം അല്ല കരയുന്നത്, സഹിക്കാൻ വയ്യാത്തോണ്ടാ. ശരി ശരി ശരി, ആദ്യം തന്നെ കരച്ചിൽ നിർത്ത്. ശരി സർ, ഞാൻ എല്ലാം സമ്മതിക്കുന്നു. എല്ലാം എന്റെ തെറ്റാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ എന്നെ വിശ്വാസം ഇല്ലെന്ന് മാത്രം സാറ് പറയരുത്. അതെനിക്ക് സഹിക്കില്ല. ഞാനെപ്പോ പറഞ്ഞു തന്നെ വിശ്വാസമില്ലെന്ന്? ആക്ച്വലി ഐ ട്രസ്റ്റ് യു എ ലോട്ട്.
ട്രസ്റ്റ്. അതാണ് തന്റെ പേരിന് പകരം ഞാൻ മൊബൈൽ ഫീഡ് ചെയ്തിരിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ? ഇത്രയും നാളും തന്നെപ്പറ്റി ഞാൻ വരച്ചു ചേർത്തൊരു ചിത്രം എന്റെ മനസ്സിലുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി താൻ എന്റെ മുന്നിൽ വന്നു നിന്നാൽ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇപ്പോ എനിക്ക് പനിയാണെന്ന് അറിഞ്ഞപ്പോ താൻ എന്റെ മുന്നിൽ ഓടിയെത്തി. എന്റെ അവസ്ഥയും അതായിരുന്നു ശ്രീലക്ഷ്മി. തനിക്ക് പനിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ അടുത്തേക്ക് ഓടി വരണമെന്നും തന്നെ കാണണമെന്നും തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് തോന്നി. തനിക്കതൊന്നും അറിയാൻ വയ്യാത്തോണ്ടാണ്. ശരി, എന്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യമുള്ള ഒരാള് പിന്നെ ബോർഡ് മീറ്റിംഗിൽ വെച്ച് എന്തിനാ അത്രയ്ക്ക് ദേഷ്യപ്പെട്ടത്? ഒന്ന് ചിന്തിച്ച സാറിന് അറിയില്ലേ ഞാൻ മനഃപൂർവ്വം അതുപോലത്തെ ഡ്രസ്സ് ധരിച്ച് അവിടേക്ക് വരില്ലെന്ന്? എനിക്കൊരു വാക്ക് പോലും പറയാൻ അവസരം തരാതെ സാറ് ദേഷ്യപ്പെട്ടില്ലേ? സാന്ദ്ര മാഡം നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ആ ഡ്രസ് ഇട്ടത്. സാറിന്റെ സ്വഭാവം കൊണ്ട് ഞാൻ കരഞ്ഞപ്പോ സാന്ദ്ര മാഡം എന്നെ മാഡത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു. സാന്ദ്ര തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു? എന്തിന്? എന്നെ ആശ്വസിപ്പിക്കാന്ന് പറഞ്ഞ കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ എന്റെ സങ്കടം പിന്നെയും കൂടിയതേ ഉള്ളൂ. ശ്രീലക്ഷ്മി, പ്ലീസ് ഈ കരച്ചിൽ നിർത്തൂ. താനിങ്ങനെ സങ്കടപ്പെടുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കൂ. ഐ എം സോറി. താൻ എല്ലാവരുടെ മുമ്പിൽ ആ ഡ്രസ് ഇട്ട് നാണം കെട്ട് നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. തന്നോട് ഉള്ള ദേഷ്യം കൊണ്ടല്ല ഞാനപ്പോ അങ്ങനെ പെരുമാറിയത്. തന്നോട് അങ്ങനെ പെരുമാറാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് തോന്നി. അതാ ഞാൻ അങ്ങനെ. തന്റെ വേഷവിധാനങ്ങളിലല്ല ഞാൻ തന്റെ സൗന്ദര്യം കണ്ടിട്ടുള്ളത്. തന്റെ മനസ്സിൽ അതിനുള്ള സൗന്ദര്യം ലോകത്ത് മറ്റൊന്നില്ലെന്ന് തോന്നി. പക്ഷെ ഒരിക്കലും സാർ അത്രയ്ക്ക് ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഉരുകുകയായിരുന്നു ഞാൻ. സോറി, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഐ എം സോറി ശ്രീലക്ഷ്മി. ഐ എം എക്സ്ട്രീംലി സോറി. സാർ എന്നോടും ക്ഷമിക്കണം. പനിയുടെ കാര്യത്തില് ഞാനും കള്ളം പറയാൻ പാടില്ലായിരുന്നു. ഐ എം സോറി. ഇത് പരസ്പരം സോറി പറച്ചിൽ മത്സരമായിട്ട് മാറുകയാണല്ലോ. എനിക്ക് ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതിന് കുറച്ച് ഏകാന്തത വേണമെന്ന് കരുതിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതിന് നമ്മുടെ രാജാറാം സാറ് എനിക്ക് പനിയാണെന്ന് പറഞ്ഞ് പരത്തിയെന്നേ ഉള്ളൂ. എനിവേ താൻ പോയിക്കോളൂ. ഓഫീസിൽ ലേറ്റ് ആവും ഇനി നിന്ന്. ശരി സാർ, ഞാൻ പോവാ. സാർ ആദ്യം എന്നോട് ദേഷ്യമില്ലെന്ന് മാത്രം പറയണം, എന്നാലും ഞാൻ പോവൂ. ദേഷ്യമില്ല. ഓക്കെ, ഇനി പോവാലോ. എന്താ സാർ, എന്നെ പെട്ടെന്ന് ഓടിക്കാണോ? സാറ് വരുന്നില്ല ഓഫീസില്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് സമയം ഇവിടെ ആവശ്യമുണ്ട്. താൻ പോയിക്കോ. ഞാൻ ഇന്ന് ഓഫീസിലുണ്ടാവില്ല. ശരി സർ, എന്ന് ഞാൻ ഇറങ്ങാം. മഞ്ഞു മൂടും മന്ദാരം, തെന്നൽ മൂളും കിന്നാരം, ചാഞ്ചാടും മൗനരാഗം, മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും. ആർദ്ര
നെക്ലസ് എങ്ങനെ ശ്രീലക്ഷ്മിയുടെ കൈ കിട്ടിയത്? ആരാ അത് കൊടുത്തത്? ഇപ്പോ ശ്രീലക്ഷ്മി അമ്മ മൂത്ത മരുകളായിട്ട് സ്വീകരിച്ചതാണ്. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. രാജാറാം സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാന്ദ്ര മാഡം. പ്ലീസ് കം ഇൻ. ഇരിക്കൂ സർ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഏയ് അതൊന്നും വേണ്ട, ഞാൻ വെറുതെ ഒന്ന് കയറി എന്നുള്ളതേ ഉള്ളൂ. എത്നിക് ഡേ ആയിട്ടും മാഡം ഒന്ന് ഓഫീസ് വരാത്തത് വളരെ മോശമായി പോയെന്ന് തോന്നി. സോറി, ഞാൻ എന്തിനാ സർ ഓഫീസിൽ വരുന്നത്? അവിടെ രഘുവർമ്മന്റെയും ശ്രീലക്ഷ്മിയുടെയും എത്നിക് ഡേയുടെ ഷോ കാണാനോ? നോ നോ നോ, ഐ കാൻ ടോളറേറ്റ് ദാറ്റ്. ഞാൻ ഇന്നലെ തീരുമാനിച്ചു കഴിഞ്ഞതാ, രവിവർമ്മൻ സർ പങ്കെടുക്കാത്ത ഒരു ഫംഗ്ഷനും ഞാൻ ഇനി ഓഫീസിലേക്ക് വരില്ല എന്ന്. എന്നാലും അതല്ല മാഡം, ഇഷ്യൂ എന്ത് തന്നെയായാലും രവിവർമ്മൻ സാർ ഉണ്ടാവില്ലെന്ന് നേരത്തെ അറിയിച്ച സ്ഥിതിക്ക് മാഡം കൃത്യമായി ഓഫീസിൽ ഉണ്ടാവേണ്ടതായിരുന്നു. മാഡത്തിന്റെ അഭാവം ഇന്ന് ഓഫീസിൽ നന്നായി റിഫ്ലക്ട് ചെയ്തു. അതൊന്നും നേരിട്ട് മാഡത്തിനോട് പറയാനാ ഞാൻ വന്നത്. എന്തൊക്കെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളുടെ അന്നമാണ് മാഡം. അതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതറിയാത്ത ആളല്ല സർ ഈ സാൻഡ്ര. ഇവിടെ വീട്ടിലിരുന്ന് ഞാൻ ചെയ്യുന്നത് ഓഫീസിലെ ജോലി തന്നെയാ, നെറ്റ് വഴിയാണെന്ന് മാത്രം. ഏതായാലും സാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? കൃത്യമായി സാർ ഉത്തരം പറയണം, എന്നത്തേം പോലെ ഉഴപ്പരുത്. അതെന്താ മാഡം അങ്ങനെ പറയുന്നത്? എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായും മറുപടി തന്നിരിക്കും. മാഡം ചോദിക്കും. ഈ രവിവർമ്മൻ സാർ എന്തിനാ റെസ്റ്റ്, ഏകാന്തത എന്നൊക്കെ പറഞ്ഞ് ഗസ്റ്റ് ഹൌസിൽ തങ്ങുന്നത്? എന്താ സാറിന്റെ ഇന്റൻഷൻ? സത്യം പറയട്ടെ മാഡം, എനിക്കറിയില്ല. എന്തോ ഒരു പ്രധാന തീരുമാനം എടുക്കാനുണ്ടെന്ന് മാത്രം പറഞ്ഞു. തീരുമാനം എന്താണെന്ന് ദൈവത്തിനെ അറിയൂ. ഓ, ഇനി എന്ത് പ്രധാനപ്പെട്ട തീരുമാനം? ശ്രീലക്ഷ്മിക്ക് വേണ്ടി രാജനന്ദിനെ പ്രത്യേക ഡിവിഷനാക്കി തിരിച്ച് അതിന്റെ ഹെഡാക്കിയില്ലേ? ഇനി അതിലും തൃപ്തിയാവാതെയാണെങ്കിൽ അവളെ പിടിച്ച് വർമ്മൻ ഗ്രൂപ്പിന്റെ പുതിയ MD ആക്കാനായിരിക്കും മിസ്റ്റർ രവിചന്ദ്രവർമ്മന്റെ ഉദ്ദേശം. മാഡം പറഞ്ഞത് പരിഹാസമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ശ്രീലക്ഷ്മി മാഡത്തിന് കമ്പനിയുടെ MDയെക്കാളും വലിയ സ്ഥാനം കൊടുക്കുമെന്ന് ഇപ്പൊ എന്റെ സംശയം. MDയേക്കാൾ വലിയ സ്ഥാനോ? What do you mean? അതെ മാഡം, രവിവർമ്മൻ സാറ് ശ്രീലക്ഷ്മി മാഡത്തിന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുക. അവളുടെ വീട്ടിലോ? എന്തിന്? എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോ മാരേജ് പ്രപ്പോസലിനാണെങ്കിലോ. What? No. Never.
മാഡം റിലാക്സ് പ്ലീസ്. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോ ശരിയാവണമെന്നില്ല. അപ്പൊ ഈ ഗസ്റ്റ് ഹൌസിലെ ഏകാന്തവാസം അതിനുള്ള മുന്നൊരുക്കമായിരുന്നു. അറിയില്ല മാഡം, അറിയാവുന്നത് ദൈവത്തിന് മാത്രം. ഏതായാലും ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. നേരം വൈകി, അപ്പൊ ഞാൻ ഇറങ്ങിയ. ആഹാ, വന്നല്ലോ വിളി. ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ത്രിവിക്രമൻ. ഞാനൊരു സഹായം വേണമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു ഓർമ്മയുണ്ട്. പക്ഷെ എന്ത് സഹായം വേണ്ടെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നില്ല അന്ന്. മാഡം പറയൂ, ഈ ത്രിവിക്രമൻ എന്ത് സഹായം മാഡത്തിന് ചെയ്തു തരേണ്ടേ? കോളനിയിലെ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ നടക്കുന്ന ചില വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ല മാഡം, കുറച്ചുകൂടി വ്യക്തമാക്കാമോ? അത് ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. തൽക്കാലം അവിടെ ആര് വരുന്നു പോകുന്നു മുതലായവയുടെ ഒരു നിരീക്ഷണം വേണം. ആൻഡ് ബി ഇൻ ടച്ച്. ബാക്കി ഞാൻ വഴിയെ പറഞ്ഞോളാം. തീർച്ചയായും ടച്ചിലുണ്ടാവും മാഡം. മാഡം എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഈ ത്രിവിക്രമൻ ഇത്തരം സേവനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, താങ്ക്സ്. അയ്യോ, വെറും താങ്ക്സ് മാത്രം പോരാ മാഡം. ഈ ത്രിവിക്രമന്റെ ഇത്തരം റിസ്ക് ഉള്ള സേവനത്തിന് എന്തെങ്കിലും തിരിച്ചുള്ള ഗുണവും വേണം. അത് നിർബന്ധമാണ്. ഒരു പാലം ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഷോ, ഉറപ്പായും ഗുണങ്ങൾ ഉണ്ടാവും, വിശ്വസിക്കാം. അത് മതി. ഈ ത്രിവിക്രമന്റെ സേവനം മാഡത്തിന് 24 hours ഉണ്ടാവും. മാഡം വിളിച്ചാ മതി. എന്നാ വയ്ക്കട്ടെ. ഓക്കെ, ബൈ. ഏവളുടെ ഈ വെപ്രാളം കണ്ടിട്ട് ഇതൊരു ത്രികോണ മത്സരമാണോ എന്നൊരു സംശയം. ത്രിവിക്രമ, നോക്കിയും കണ്ടുമൊക്കെ നിന്ന കാര്യങ്ങളൊക്കെ നീ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും. ഇതൊരു പൊളിച്ചെടുക്കൽ പണിയാണ്. അത് നിന്നെ ആരും പഠിപ്പിക്കണ്ടല്ലോ. ഓൾ ദ ബെസ്റ്റ്. എന്റെ എത്ര വലിയ സ്വപ്നമാ എന്റെ കൺമുമ്പിൽ വെച്ച് മറ്റൊരാള് തട്ടിയെടുക്കുന്നത്. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. സാൻഡ്ര, ഡു സംതിങ്. പ്രേമത്തിലും യുദ്ധത്തിലും എന്തുമാകാം, എന്തും.